വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, സുനിത വില്യംസ് ആണ് ഇപ്പോ എല്ലായിടത്തും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഈ സുനിത വില്യംസ് അവിടെ പോയി, അതായത് സ്പേസിൽ പോയി കുടുങ്ങിക്കിടന്നു. അവരവിടെ കുടുങ്ങിക്കിടന്ന് അവര് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ്. അവരവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇവിടെയുള്ള പ്രബുദ്ധ ശാസ്ത്ര കുതികികളൊക്കെ നമ്മുടെ കുംഭമേളയെ ട്രോളുന്നു, നമ്മുടെ മതഗ്രന്ഥങ്ങളെ ട്രോളുന്നു, നമ്മുടെ ചൊവ്വാദോഷം, രാഹു, കേതു എന്നിങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച് ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പ്രബുദ്ധ ശാസ്ത്ര കുതികികൾ എന്തിനാണ് ഇങ്ങനെ ഇതിനെയൊക്കെ ട്രോളുന്നതെന്ന്. ഈ ട്രോളുന്നവന്മാരുടെ വിചാരം ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സയന്റിഫിക് ടെമ്പർ എന്നാണ്. എന്നാൽ അവന്മാരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ സയന്റിഫിക് ടെമ്പർ ഉള്ള, ഒരുപക്ഷെ സയന്റിഫിക് ടെമ്പറിനെക്കാട്ടിലും സയന്റിഫിക് ടെമ്പറുള്ള സുനിത ദേവദാസിന്റെ കയ്യിരിക്കുന്നത് ഗണപതിയുടെ, സുനിത വില്യംസിന്റെ കയ്യിരിക്കുന്നത് ഗണപതിയുടെ വിഗ്രഹമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ തുളസി ഗബ്ബാർഡിന്റെ കയ്യിരിക്കുന്നത് ഭഗവത്ഗീതയാണ്. ട്രംപ് അധികാരത്തിൽ കയറുന്നത് ബൈബിളിൽ, ട്രംപ് അല്ല ഏത് ഭരണാധികാരി അമേരിക്കയിൽ അധികാരത്തിൽ കയറുന്നതും ബൈബിളിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഏതെങ്കിലും ഒരാൾ ആകാശത്ത് സ്പേസിൽ പോയി എന്തെങ്കിലും അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും ട്രോളുക എന്നുള്ളതാണ് ഇവന്മാരുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത്. ഇവന്മാർക്ക് വേറൊരു പണിയില്ല. എന്നാൽ സ്വന്തം രാജ്യത്ത് നിന്ന് ഒരു പേടകം മുകളിലോട്ട് കുതിച്ചുയർന്ന ഇവന്മാർ എന്താ പറയുക, ആകാശത്തോട്ട് വാണം വിട്ട പട്ടിണി മാറൂ, ഈ കമ്പ്യൂട്ടർ വന്നാൽ പറയും തൊഴിൽ തിന്നുന്ന ബഗൻ. എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. അതായത് ഈ തൊഴിൽ തിന്നുന്ന ബഗൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരും ആണ് ഇപ്പോ ശാസ്ത്രം ജയിച്ചു, ജയ് ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തള്ളി മറിക്കുന്നത്. പോരാത്തതിന് ഇപ്പൊ സ്റ്റാർലിങ്ക് ഇങ്ങോട്ട് വരാൻ പോകുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷമായത്, കാരണം ഒരു വിപ്ലവമാണ്. കാരണം നമ്മൾ ഇനി ഏത് കാട്ടിലിരുന്നാലും ഏത് കക്കൂസിലിരുന്നാലും നമുക്ക് ഇന്റർനെറ്റ് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് സന്തോഷമാവുന്നത്. വരാൻ പാടില്ല, കാരണം കുത്തക മുതലാളിയാണ് സ്റ്റാർലിങ്ക്. വന്ന് ഹിറ്റായി കഴിഞ്ഞ അവന്മാർ എന്താ പറയുക, ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടാണ് ഇത് വന്നതെന്ന് പറയും. ഇന്നലെ ബ്രിട്ടാസ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ഇന്ത്യ സത്യം പറഞ്ഞാൽ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിച്ചതല്ല, ആൾക്കാരെല്ലാം കൂടെ അതിന്റെ താഴെ കിടന്ന് ചിരിച്ചു മരിക്കുകയാണെന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നതും ഇവരുടെ ചെയ്തികളുമായിട്ട് ഒരു പുലബന്ധവും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. അതിന്റെ ഇടയിൽ കൂടെ ഒരു ഭാഗം ഇങ്ങനെ അത് മുതലെടുത്തുകൊണ്ടിരിക്കുന്നു, വേറൊരു ഭാഗമുണ്ട് ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് നടത്താൻ സാധിക്കുമോ എന്നുള്ള ഒരു ഭാഗം. ആ ഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യാകുലത എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സുനിത വില്യംസിന് ഒരു ആശംസ അറിയിച്ചില്ല തിരിച്ചു വന്ന ശേഷം, അല്ലെങ്കിൽ നരേന്ദ്രമോദി സുനിത വില്യംസ് ആകാശത്ത് കുടുങ്ങിക്കിടത്തുമ്പോൾ കുണ്ഠിതപ്പെട്ടില്ല എന്നൊക്കെ ഉള്ളതാണ് ഈ വിഭാഗത്തിന്റെ വലിയ ഒരു വിഷമം എന്ന് പറയുന്നത്. ഈ വിഭാഗം പ്രധാനമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് മോദി സുനിത വില്യംസിനെ തിരിഞ്ഞു നോക്കാത്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ? കാരണം സുനിത വില്യംസിന്റെ ഒരു കസിൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഹരേൻ പാണ്ഡെ എന്നാണ്. ഈ ഹരേൻ പാണ്ഡെ ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് സുനിത വില്യംസ് നരേന്ദ്രമോദിയെ കണ്ടാൽ കടിച്ചു കീറും എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് നരേന്ദ്രമോദി സുനിത വില്യംസിനെ തിരിഞ്ഞു നോക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദിക്ക് സുനിത വില്യംസിനോട് വലിയ പകയുണ്ട്. കാരണം അന്ന് ഹരേൻ പാണ്ഡെയെ നരേന്ദ്രമോദി കുത്തി കീറിയപ്പോൾ നരേന്ദ്രമോദി മോദിയുടെ അനുയായികളോടും അവിടെയുള്ള പോലീസുകാരോടും പറഞ്ഞിരുന്നു അത്രേ, ഇങ്ങനെ ഇയാളെ നമുക്ക് ശരിപ്പെടുത്തണം, കാരണം ഗോദ്ര കലാപത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ അറിയാന്നുള്ള ഒരാളാണ് ഈ ഹരേൻ പാണ്ഡെ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതെല്ലാം പൊളിഞ്ഞടുങ്ങിപ്പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുഡാപ്പി ചാനലിന്റെ ഒരു ഗംഭീര ചർച്ചയായിരുന്നു. അതിനു മുമ്പ് തന്നെ നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ സുനിത വില്യംസ് നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ വന്ന് ആദരവ് ഏറ്റുവാങ്ങുന്ന ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മോദിയും സുനിത വില്യംസും കെട്ടിപ്പിടിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഇത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ പ്രചാരണം അടിസ്ഥാനരഹിതം ആണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും പിന്നെ ഇവർ ഇതിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും, ഈ മേഖലയിൽ പെടുന്ന എല്ലാവർക്കും, സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറയുന്നവർക്കാണെങ്കിലും സുഡാപ്പികൾക്കാണെങ്കിലും ഇത് എന്തിന്റെ കേടാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നില്ലേ? നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്നാണ്. പക്ഷെ സുനിത വില്യംസിന്റെ ഈ വിഷയത്തോടു കൂടി ശാസ്ത്രവും തോറ്റു എന്ന് പറയേണ്ടി വരും. കാരണം കുറച്ച് ദിവസത്തേക്ക് മാത്രം ബഹിരാകാശത്തെ പോയ സുനിതയും സംഘവും മാസങ്ങളോളം ബഹിരാകാശത്ത് കുടുങ്ങിയില്ലേ? അവിടെ നമ്മുടെ ശാസ്ത്രം തോൽക്കുകയല്ലേ ചെയ്തത്. കൃത്യമായ കണക്കൂട്ടിലൂടെ നമ്മൾ മുകളിലേക്ക് വിട്ട ഒരു പേടകം അവിടെ കുടുങ്ങിപ്പോയി. പക്ഷെ ശാസ്ത്രത്തിനെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത് ഒരു പേടകം പോകുമ്പോൾ അതിന് ഇത്ര ദിവസം മാത്രമായിരിക്കുമല്ലോ അതിൽ അതിജീവന ശേഷിയുള്ളത്. ആ ഒരു ലെവലും കഴിഞ്ഞത് അത്രയും ദിവസം തങ്ങില്ല. ശാസ്ത്രത്തിനും അപ്പുറത്തേക്ക് അത് അവിടെ നിൽക്കാൻ കഴിഞ്ഞു. അതിന് വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ അവരെല്ലാം തിരിച്ചെത്താനും കഴിഞ്ഞു. അപ്പോൾ ശാസ്ത്രവും തോറ്റു എന്ന് തന്നെ പറയേണ്ടി വരും. വേണം, നമ്മൾ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാണ്. ഏതായാലും നമുക്ക് ഞാനിത് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ മോദിയെ കണക്ട് ചെയ്തുകൊണ്ട് ഈ സുനിത വില്യംസിന്, കാരണം മോദി ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് പ്രതികരിക്കാറുണ്ട്.
പക്ഷെ സുനിത വില്യംസ് ഇത് കണക്ക് കുടുങ്ങിക്കിടന്നിട്ട് എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞു, ഒരു വരിയെങ്കിലും എഴുതിയോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ. എന്നിട്ട് ഇവർ അതിനകത്ത് പ്രചരിപ്പിക്കുന്ന അനവധി സിദ്ധാന്ത കഥകളുണ്ട്. അതിനകത്ത് അവർ പറയുന്നത് ഈ സുനിത വില്യംസിന്റെ ഉം. കുടുംബം, അതായത് ഈ പറഞ്ഞു വരുന്നത് സുനിത വില്യംസിന്റെ അമ്മാവന്റെ മകൻ, കസിൻ ആയിട്ടുള്ള മിത്തൽ, അമ്മാവൻ എന്ന് പറയുന്നത് മിത്തൽ പാണ്ഡെയാണ്. മിത്തൽ പാണ്ഡെയുടെ മകനായ ഉം. ഈ ഹരേൻ പാണ്ഡെ ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹം 2003 വെടിയേറ്റ് മരിക്കുന്നു. ആ വെടിയേറ്റ് മരിക്കുന്നതിന് ഉം. പിന്നിൽ മോദിയാണ് എന്നാണ് ഇവർ പറയുന്ന കഥ. അപ്പൊ അതുകൊണ്ട് അന്ന് തൊട്ട് ഈ കുടുംബത്തോട് ഭയങ്കര കലിപ്പാണ് പിന്നെ ഉം. നരേന്ദ്രമോദിക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ ഈ കഥയെല്ലാം വ്യാജമാണ് എന്നുള്ളതാണ്. കാരണം വ്യാജമാണെന്ന് ആരെങ്കിലും പറയുന്നതല്ല, കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കതിനെ തെളിയിക്കാൻ കഴിയും. ഇനി ഈ സുനിത ഉം. വില്യംസിന് പിന്നെ ഹിന്ദു മതത്തോട് യാതൊരു എതിർപ്പുമില്ല എന്ന് മാത്രമല്ല, ഹിന്ദു മതത്തിൽ പറയുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാണെന്ന് അവർ തെളിയിച്ചിരുന്നതാണ്. മുമ്പ് സുനിത വില്യംസ് ഒരു പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ വെച്ചൊരു വെളിപ്പെടുത്തൽ നടത്തി. അവർ പറഞ്ഞത് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള പാലത്തിന്റെ ചിത്രം എന്റെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത്. അത് രാമസേതുവിനെ കുറിച്ച് പറഞ്ഞത് സുനിത വില്യംസ് ആണ്. അന്ന് വലിയ വിവാദം ഉണ്ടായിരുന്നു. അതായത് അന്ന് പറഞ്ഞത്, ഈ ടീമുകൾ പറഞ്ഞത്, ഇന്ത്യയിൽ അന്ന് രാമസേതു ഭയങ്കര വിവാദമായി നിൽക്കുന്ന സമയമാണ്. രാമസേതുവിന്റെ ആ ഒരു പദ്ധതി പൊളിക്കണമെന്ന് DMK പറയുന്നു, അത് കപ്പച്ചാലാക്കണമെന്ന് പറയുന്നു. അതിനുവേണ്ടി കർണാഗതി ഉൾപ്പെടെയുള്ളവർ പണ്ട് മുതലേ ശ്രമിക്കുന്നതാണ്. പക്ഷെ ആ പണിയായുധങ്ങൾ ഒടിഞ്ഞു പോകുന്നതല്ലാതെ അതിനകത്തൊന്നും സംഭവിച്ചില്ല. പിന്നീട് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ആ പദ്ധതിയിൽ നിന്ന് ആ DMK സർക്കാർ പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ വിവാദം കത്തിക്കാളുന്ന സമയത്താണ് സുനിത വില്യംസ് പറഞ്ഞത് അങ്ങനെ ഒരു പാലമുണ്ട്, താൻ അത് എടുത്തതിന്റെ ചിത്രമുണ്ട്, ബഹിരാകാശത്ത് വെച്ച് തന്റെ ഈ നാസയിൽ നിന്ന് എടുത്ത ചിത്രമുണ്ട് എന്നവർ പറയുകയായിരുന്നു. അതോടുകൂടി അന്ന് അവർക്കെതിരെയായിരുന്നു എല്ലാവരും കൂടെ തിരിഞ്ഞത് ഇത് പറഞ്ഞതിന്റെ പേരിൽ. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ കേരള സ്പീക്കർ ഷംസീർ പോലും മിത്തെന്ന് പറഞ്ഞ ഗണപതിയെയാണ് അവർ ബഹിരാകാശത്ത് കൊണ്ടുപോയത്. അവർ പറഞ്ഞത് എന്റെ ഒപ്പം ഗണപതി ഉണ്ടെന്ന് പറയുക മാത്രമല്ല, അതിന്റെ ചിത്രം കൂടി അവർ പുറത്തു വിടുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ കുംഭമേളയില് അവിടെ നിന്ന് പകർത്തിയ ചിത്രം അവർ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ബഹിരാകാശത്ത് അവർ കുടുങ്ങിക്കിടക്കുമ്പോഴും കുംഭമേള ഇന്ത്യയിൽ നടക്കുന്നതിന് ചിത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് മാത്രമല്ല, ഇനി ഇവരുടെ അച്ഛനെ കുറിച്ച് പറയണം. കാരണം ഇവരുടെ പേരുകൾ നമ്മൾ അറിയണമല്ലോ, എന്താണ് അവർക്ക് ഇന്ത്യയുമായുള്ള ബന്ധം എന്ന് അറിയണമല്ലോ. അവർ ജനിച്ചു വീണത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഒരു ഹിന്ദു ഗ്രാമത്തിലാണ്. അതായത് ഒരു മുസ്ലിം കുടുംബം പോലും ഇല്ലാത്ത ജുലൈസൻ എന്ന് പറയുന്ന ഗാന്ധിനഗറിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലാണ് ഇവരുടെ അച്ഛൻ വിനോദ് പാണ്ഡ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ സ്ഥലം അവിടെയാണ്. ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം, അവിടെ ഒരു മുസ്ലിം സ്ത്രീയെ ആരാധിക്കുന്ന ക്ഷേത്രമുണ്ട്. ഹൈന്ദവർ മുസ്ലിം സ്ത്രീയെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ടെന്ന്. ദേവി മാത എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര്. ജുലൈസ എന്ന് പറയുന്ന സ്ഥലത്താണ്. 800 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് പറയുന്നത്. അതിന്റെ ഐതിഹ്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ന്യൂസിന്റെ വളർന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഐതിഹ്യം എന്നത്, ഈ ക്ഷേത്രത്തിൽ ഈ സുനിത വില്യംസ് മിക്കവാറും വരാറുണ്ട്. ഈ ക്ഷേത്രം എങ്ങനെ വന്നത്, ഇതിന് ഐതിഹ്യമുണ്ട്. കാരണം ചരിത്രമല്ല, ഐതിഹ്യമാണ്. ആ ഗ്രാമം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ കൊള്ളക്കാരുടെ ഒരു വിഹാര കേന്ദ്രമായിരുന്നു. അപ്പൊ ആ ഗ്രാമത്തിലേക്ക് കൊള്ളക്കാര് എത്തുമ്പോൾ ഈ ജനങ്ങളെല്ലാം പിന്നെ അവരുടെ സാധനങ്ങളെല്ലാം കൊള്ളയടിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കലും ഈ കൊള്ളക്കാർ എത്തുകയും ഇവരുടെ ഈ പിന്നെ വസ്തുവകളൊക്കെ കൊള്ളയടിച്ച് പോയപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീ രംഗത്തെത്തുകയും ഇവരുമായി പോരാടുകയും ചെയ്തു. ഒടുവിൽ ആ മുസ്ലിം സ്ത്രീ കൊല്ലപ്പെടുന്നു. ഗ്രാമീണരെല്ലാം കൂടി ഇവരുടെ മൃതദേഹം മറവ് ചെയ്യുന്നു. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഈ മറവ് ചെയ്ത പ്രദേശത്ത് കുറെ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നു. തുടർന്ന് അവിടെ ഈ ഗ്രാമവാസികളെല്ലാം കൂടെ ചേർന്ന് ഒരു ക്ഷേത്രം പണിയുന്നു. വിഗ്രഹമില്ല, അവിടെ ഒരു കല്ല് മാത്രമാണ് അവിടെ വെച്ചിരിക്കുന്നത്. ദേവനുമല്ല ദേവിയുമല്ല, പകരം ദേവി മാതാവാണ്. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആചാരങ്ങളൊന്നുമില്ല. അവിടെ ഈ സുനിത വില്യംസ് സ്പേസിലേക്ക് പോയ ആ സമയത്ത് തന്നെ അവിടെ ഒരു കിടാവിളക്ക് കത്തിച്ചു വെച്ചിരുന്നു. അവിടെ അവരുടെ അച്ഛന്റെ ഗ്രാമമാണ്. അച്ഛൻ ആണ് മുൻകൈ എടുത്ത് തന്നെ അതിനകത്ത് വലിയ രീതിയിൽ പൂജകളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. അച്ഛൻ അമേരിക്കയിലാണ്. അദ്ദേഹം അവിടെ പോയിട്ടൊരു സ്ലോവേനിയൻ അമേരിക്കൻ ഒരു വനിതയുമായി അവിടെ വെച്ച് കണ്ടുമുട്ടു. ദീപക് പാണ്ഡെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത് അവിടെ വെച്ച് വിനോദ് പാണ്ഡെ അല്ല, ദീപക് പാണ്ഡെയാണ്. ദീപക് കണ്ടുമുട്ടുകയും വിവാഹം കഴിക്കുകയും ചെയ്തതാണ്. അതിലുണ്ടായ കുട്ടിയാണ് ഈ സുനിത വില്യംസ് എന്ന് പറയുന്നത്. സുനിത വില്യംസ് എന്ന് പേര് പറഞ്ഞാൽ അവര് കല്യാണം കഴിച്ചത് ഒരു പൈലറ്റും കൂടി ആയിരുന്ന മൈക്കൽ ജെ വില്യംസിനാണ്. അദ്ദേഹം പട്ടാളത്തിൽ നല്ല ഉയർന്ന പൊസിഷൻ വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ വിവാഹം കഴിക്കുക, അതും പ്രണയ വിവാഹമായിരുന്നു. അവരുടെ അച്ഛന്റെ പ്രണയ വിവാഹമായിരുന്നു. അങ്ങനെ ഈ ഗാന്ധിനഗർ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് ധനുഷിന് നന്നായി അറിയാമല്ലോ. LK അദ്വാനിയുടെ കാലം തൊട്ട് BJPയുടെ ഉറച്ച കോട്ടയാണത്. അത് LK അദ്വാനി പോയതിനു ശേഷം മകൾക്ക് ഒരു തവണ BJP സീറ്റ് കൊടുത്തു. അവരും വലിയ ഭൂരിപക്ഷത്തിന് അവിടെ ജയിച്ചതാണ്. പിന്നീട് ഇപ്പോൾ മത്സരിച്ച് ജയിച്ചത് ശ്രീമാൻ നമ്മുടെ അമിത്ഷായാണ് അവിടെ മത്സരിച്ചത്. BJPയുടെ വലിയ ഉറച്ച കോട്ട എന്ന് തന്നെ പറയേണ്ടി വരും. അവിടുത്തെ ഒരു ഗ്രാമത്തിലാണ് ഈ മുസ്ലിം ക്ഷേത്രം. അതാണ് അതിപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ കാരണം വെച്ചാൽ അത് സുനിത വില്യംസിന്റെ അച്ഛന്റെ കുടുംബം നിൽക്കുന്ന സ്ഥലത്ത് ഈ സുനിത വില്യംസ് ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിൽ വരുമ്പോൾ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രം കൂടി ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഇവർ ഈ പറഞ്ഞു വരുന്നത് ഈ ഗോദ്ര കലാപത്തിന്റെ രഹസ്യം അറിയാവുന്ന ഹരേൻ പാണ്ഡ്യ കൊലപ്പെടുത്തിയ കേസാണ്. ഇനി അതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഹരേൻ പാണ്ഡ്യ എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. കേശുഭായ് പട്ടേലിന്റെ വലങ്കൈ ആയിരുന്നു.
അതിനുശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഹരേൻ പാണ്ഡ്യയ്ക്ക് റവന്യൂ സഹമന്ത്രി സ്ഥാനം നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഈ കേശുഭായ് പട്ടേലിന്റെ ഒരു ഗ്രൂപ്പിസത്തിന്റെ കാലമായിരുന്നു. ഈ കേശുഭായ് പട്ടേലിന്റെ ഒരു പ്രതാപമൊക്കെ മങ്ങിത്തുടങ്ങുന്ന ഒരു സമയം. ആ സമയത്ത് ഇയാള് പിന്നെ പാർട്ടിയിൽ നിന്ന് കുറെ അകന്നു. പക്ഷെ അപ്പോഴും ഇദ്ദേഹം മരിക്കുമ്പോഴും അദ്ദേഹം BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. അകന്നു നിന്നു. അന്ന് ഈ ഗ്രൂപ്പിസത്തിന്റെ ഒരു ഭാഗമാണ്. നരേന്ദ്രമോദി കയറിയതേ ഉണ്ടായിരുന്നു. അതൊരു കാര്യം. അത് മാത്രമല്ല, ഈ ഹരൺ പാണ്ഡ്യ എന്ന് പറയുന്നത് കുട്ടി സേവനാണ്. കുറച്ചു കാലം പ്രചാരകനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം വിവാഹമൊക്കെ കഴിച്ച് മാറുകയും ചെയ്തിരുന്നു. അപ്പോ 2003 ആയപ്പോഴേക്കും പ്രഭാത സവാരിക്ക് പോയ ഈ ഹരേൻ പാണ്ഡ്യ വെടിയേറ്റ് മരിക്കുന്നു. ഇത് ഭയങ്കര വിവാദമായി. വിവാദമായതിനു ശേഷം ഇതിന്റെ പിന്നിൽ നരേന്ദ്രമോദിയാണ് എന്നാണ് പറഞ്ഞു വരുത്തിയത്. അതിന് കാരണമായി പറയുന്നത് ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ഒരു മാസികയ്ക്ക് ഈ ഹരേൻ പാണ്ഡ്യ ഒരു അഭിമുഖം നൽകിയിരുന്നു. ആ അഭിമുഖത്തിൽ ചില സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അതായത് ഗോദ്ര കലാപത്തിന് ശേഷം, അതായത് ഗോദ്രയിലെ ട്രെയിൻ കത്തിച്ചതിന് ശേഷം നരേന്ദ്രമോദി ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു വന്നു. ആ യോഗത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, ഹിന്ദു പ്രതികരണം വളരെ ശക്തമായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് ഇടപെടാൻ പോകണ്ട എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഈ ഹരേൻ പാണ്ഡ്യ ഔട്ട്ലുക്കിനോട് പറഞ്ഞ കാര്യം ഇതാണ്, അവരുടെ കയ്യിലുള്ള റെക്കോർഡ്സ് ഇതാണ്: ഈ ഗോദ്ര കലാപത്തിന് ഒരു തിരിച്ചടി ഉണ്ടാകും, അത് ഭയങ്കരമായിരിക്കും എന്ന് ഇദ്ദേഹം പറഞ്ഞതാണ്. ഇത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളത് ആണ് പിന്നീട് വിധി വന്നപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഇദ്ദേഹത്തെ കൊന്ന ആളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ കൊന്ന ആളുടെ പേര് അസ്ഹർ അലി എന്നാണ്. ഈ അസ്ഹർ അലിയെ പിന്നീട് പിടികൂടി. അവസാനം ഈ കേസ് വിചാരണയ്ക്കൊന്നും ജീവപര്യന്തം ശിക്ഷ ഈ അസ്ഹർ അലിക്ക് കിട്ടി. അസ്ഹർ 2007 സുപ്രീം കോടതി വിധി വന്നു. അന്ന് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നില്ല. നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിക്കുന്നത്. കോൺഗ്രസിന് അപ്രമാദിത്വമുള്ള സമയമാണ് 2007 എന്ന് പറയുന്നത്. ആ സമയത്ത് സുപ്രീം കോടതി അതിൽ എടുത്തു പറയുന്നുണ്ട്, ഈ ഹരേൻ പാണ്ഡ്യയുടെ കൊലപാതകവും വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവായിട്ടുള്ള ജഗദീഷ് തിവാരി, ഈ രണ്ടുപേരെ ആ സമയത്ത് കൊലപ്പെടുത്തിയത്. ഈ രണ്ടുപേരെ കൊലപ്പെടുത്താനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ഹിന്ദുക്കൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഈ കൊലപാതകത്തിലേക്ക് ഇവരെ നയിച്ച കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹരേൻ പാണ്ഡ്യ ആയിരുന്നു ഗോത്ര കലാപത്തിന് തിരിച്ചടി കൊടുക്കണമെന്ന് ഈ ഹിന്ദുക്കളെ പറയുകയും അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെയും കലാപത്തിന് നേതൃത്വം കൊടുത്ത ഹരേൻ പാണ്ഡ്യ ആയിരുന്നു. അതിലുള്ള വൈരാഗ്യമാണ് ഈ അസ്ഹർ അലി തീർത്തത്. കൊലപാതകത്തിലൂടെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. എന്നാൽ ഈ അസ്ഹർ അലി കൊടുത്തൊരു മൊഴിയുണ്ട്. അതിൽ അവർ പറയുന്നു സൊറാബുദ്ദീനെ മനസ്സിലായില്ലേ? അതാണ് ഏറ്റുമുട്ടൽ നടന്ന് കൊലപ്പെടുത്തിയ സൊറാബുദ്ദീൻ. അതാണ് വ്യാജ ഏറ്റുമുട്ടൽ നിഗമാർ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത്. അത് വ്യാജമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ സൊറാബുദ്ദീൻ ആയിരുന്നു. സൊറാബുദ്ദീൻ എന്ത് ചെയ്തു? ഈ അസ്ഹർ അലിയോട് പറയുന്നു ഇയാളെ കൊലപ്പെടുത്തണം, അതിനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എന്നാൽ അസ്ഹർ അലി പറയുന്നത് താൻ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് കണ്ടപ്പോൾ തുളസിറാം പ്രജാപതി എന്ന് പറയുന്ന ഒരു കൊലയാളി അതിനു വേണ്ടി നിയോഗിക്കുന്നു. തുളസിറാം പ്രജാപതിയാണ് കൊല നടത്തിയത്. പക്ഷെ രണ്ടുപേരായിരുന്നു ബൈക്കിൽ എത്തിയത് അജ്ഞാതന്മാര് വെടിയുതിർത്ത്. അതിലൊന്ന് ഈ അസ്ഹർ അലി ആയിരുന്നു. അപ്പൊ അതിന് പറഞ്ഞ താനല്ല, തുളസിറാം പ്രജാപതിയാണ് വെടിയുതിർത്ത്. പക്ഷെ ഈ പോലീസുമായിട്ടുള്ള എൻകൗണ്ടറിൽ ഈ സൊറാബുദ്ദീനും തുളസിറാം പ്രജാപതിയും ഒക്കെ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പൊ ജയിലിലായത് അസ്ഹർ അലിയാണ് പ്രതിയായിട്ട് വന്നത്. ഇതായിരുന്നു അതിന്റെ കേസ്. അപ്പൊ സുപ്രീം കോടതി വിധിച്ചത് ഇങ്ങനെയാണ്: ഈ പറയുന്ന ഈ ഹരേൻ പാണ്ഡ്യ കൊലപ്പെടുത്തിയത് ഹിന്ദുക്കൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കാൻ വേണ്ടി ആയിരുന്നു. അതോടുകൂടി തന്നെ ആ കേസിൽ തിരശ്ശീല വീണിരിക്കുന്നു അവിടെ. കാരണം BJPക്ക് ആകെ ഉള്ളൊരു സ്റ്റേറ്റ് ആണത്. ബാക്കി ഒരു പവറും കാര്യങ്ങളും ഇല്ലാത്ത സമയത്ത് സുപ്രീം കോടതിയിൽ വിധിയാണ്. ഇന്നായിരുന്നെങ്കിൽ അവന്മാർ അതും പറഞ്ഞു. അവർ പറയും സുപ്രീം കോടതി വിധിയെ സ്വാധീനിച്ചാണ് അത് ഉണ്ടാക്കിയെന്ന് പറയും. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു സമയത്താണ് ആ വിധി വരുന്നത്. അതിനുശേഷം ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ, ഈ ഇദ്ദേഹം കൊല്ലപ്പെട്ടതിന് തൊട്ടടുത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് ഈ ഹരൺ പാണ്ഡ്യയുടെ ഭാര്യ പോയിട്ട് നമ്മുടെ ഈ കേശുഭായ് പട്ടേലിന്റെ പാർട്ടി കേശുഭായ് പട്ടേൽ പാർട്ടി ഉണ്ടാക്കിയായിരുന്നു, പരിവർത്തൻ ഭാരതീയ പാർട്ടി എന്ന് അങ്ങോട്ട് പറഞ്ഞൊരു പാർട്ടി. പിന്നീട് കേശുഭായ് പട്ടേല് BJPയിലോട്ട് ലയിക്കുകയായിരുന്നു പിന്നീട്. അപ്പൊ ആ സമയത്ത് ആ പാർട്ടിയുടെ ടിക്കറ്റിൽ അവർ മുനിസിപ്പാലിറ്റിയിലൊക്കെ അങ്ങോട്ട് മത്സരിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത്. പക്ഷെ സംഘത്തിന്റെ പ്രചാരകനായിട്ടിരുന്ന ഒരാള്, സംഘത്തിന്റെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാള്, അവരുടെ ആദ്യാവസാനം ഉണ്ടായിരുന്ന ഒരാളെ കൊലപ്പെടുത്തേണ്ട ആവശ്യം അവർക്കില്ല. എന്നാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഈ മതമൗലികവാദികൾ കരുതിയിരുന്നത് ഈ ഹരേൻ പാണ്ഡ്യയാണ് തങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിന് നേതൃത്വം കൊടുത്തതെന്ന്. അങ്ങനെയാണ് കൊല്ലുന്നത്. എന്നിട്ട് ഈ കഥ അങ്ങ് മറിച്ചിട്ടു. കാരണം അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ മാധ്യമങ്ങളെല്ലാം മോദിക്കെതിരാണ്. അന്ന് ഈ സോഷ്യൽ മീഡിയ ഇതുപോലെ ആക്റ്റീവ് അല്ല, വലതുപക്ഷ മാധ്യമങ്ങളില്ല. ഇന്നിപ്പോ നമ്മളെ കണക്കുള്ള ചില മാധ്യമങ്ങൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനെങ്കിലും തയ്യാറാകുന്നുണ്ട്. അന്ന് ആരുമില്ല. അന്ന് വഴിയെ കൂടെ പോകുന്നവനും അല്ലാത്തവനൊക്കെ മോദിയെ കല്ലെറിഞ്ഞിട്ടാണ് പോകുന്നത്. മോദി എന്ന് കേൾക്കുമ്പോഴത്തേനും കല്ല് വലിച്ചെറിയുക, ആ ഒരു രീതിയായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെയാണ് ഈ കഥയ്ക്ക് ഒരു ചൂട് വന്നത്, ഇല്ലെങ്കിൽ കഥയ്ക്ക് ഇങ്ങനത്തെ നിറങ്ങൾ വന്നത്. ബുക്ക് പോലെയുള്ള മാസികളൊക്കെ വലിയ രീതിയിൽ തന്നെ ആ കഥകൾ കൊണ്ടുവന്നു. എല്ലാ മാധ്യമങ്ങളും കൊണ്ടുവന്നു, ഒരു മാധ്യമം മാത്രമല്ല. അതായിരുന്നു. പക്ഷെ ആ കഥകളല്ല സത്യം എന്നുള്ളതാണ്. പക്ഷെ അന്ന് മുതൽ തന്നെ ഈ സുനിത വില്യംസും ആ കുടുംബവുമായിട്ടൊക്കെ തന്നെ
വലിയ ബന്ധം നരേന്ദ്രമോദിക്കുണ്ടാകും. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത ഏറ്റവും നല്ല കാര്യം അവിടുത്തെ ഈ മുസ്ലിം സമുദായത്തിനിടയ്ക്ക് പോലും വലിയ ജനപ്രീതി അദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള കാരണം എല്ലാവരും അദ്ദേഹം ഒരുപോലെ കണ്ടു എന്നാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. അവിടുത്തെ ഒരു സൈഫുദ്ദീൻ എന്ന് പറയുന്ന ആ ബിസിനസ് അവിടെ ബിസിനസ് ചെയ്ത് പൊട്ടിപ്പോയി. അതായത് ഈ കലാപമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ ആകെപ്പാടെ തകർന്നു പോയിട്ട് ഇയാളൊരു ആന്റി മോദിയായി മാറി. എന്നിട്ട് ഇയാൾ UK കുടിയേറി. UK വെച്ചിട്ട് ആ മോദിക്കെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികളൊക്കെ പങ്കെടുത്തു. അങ്ങനെ ഇയാൾ മുമ്പോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദി UK എത്തുന്നു. UK എത്തുമ്പോഴത്തേനും ഇയാൾ മോദിക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം പോയി, കമ്പനികളെല്ലാം പോയി, ഫാക്ടറി അഹമ്മദാബാദിലായിരുന്നു ഇയാളുടെ കമ്പനികളെല്ലാം പോയി, എല്ലാം തകർന്നു, തനിക്ക് അവിടെ നിൽക്കാൻ മേല എന്നൊക്കെ പറഞ്ഞു. കാരണം ഹിന്ദു തീവ്രവാദികൾ ശക്തമായിരിക്കുന്നു ഗുജറാത്തിൽ എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം UK പോയി കഴിഞ്ഞപ്പോൾ ഈ നരേന്ദ്രമോദി UK സന്ദർശനത്തിനായി എത്തി. അപ്പൊ UK സന്ദർശനത്തിന് നരേന്ദ്രമോദി പങ്കെടുപ്പിക്കരുതെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തതിൽ ഒന്നാമത്തെ വ്യക്തിയാണ് ഈ സൈഫുദ്ദീൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് യൂട്യൂബിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എല്ലാ നാഷണൽ മീഡിയസും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് വലിയ വാർത്തകളും വന്നിട്ടുണ്ട്. അപ്പോ അദ്ദേഹം അപ്പോ ആരോ പറഞ്ഞു, നിങ്ങൾ നരേന്ദ്രമോദി ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഒരിക്കലും കരുതിയില്ല നരേന്ദ്രമോദിയായിട്ട് സംസാരിക്കാൻ കഴിയും. എങ്കിലും അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിട്ട് ഈ നരേന്ദ്രമോദിയുടെ, അന്ന് നരേന്ദ്രമോദി മുഖ്യമന്ത്രി മാത്രമാണ്, പ്രധാനമന്ത്രി അല്ല, അദ്ദേഹത്തിന്റെ പിന്നെ അന്ന് അവിടെ വന്ന് ഒഫീഷ്യൽസിന്റെ കൊടുത്തു, ഇങ്ങനെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇദ്ദേഹം പറയുകയാണ്, താൻ പ്രതീക്ഷിച്ചില്ല ഒരു വിളി വരുമെന്ന്, താൻ വരണ്ടാണ് ചെല്ലുന്നത്. ഒരു ഹോട്ടലിലാണ് നരേന്ദ്രമോദി താമസിക്കുന്നത്. അവിടേക്ക് ചെല്ലുകയാണ്. ചെന്നപ്പോൾ വലിയ സ്വീകരണം. അന്നേരം സാധാരണഗതിയിൽ അങ്ങനെ മുഖ്യമന്ത്രിമാരൊക്കെ വന്ന 5 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെയാണ് കൂടിക്കാഴ്ചയ്ക്ക് സമയം കിട്ടുന്നത്. അന്ന് അവർ സംസാരിച്ചത് ഏതാണ്ട് 2 മണിക്കൂറിന് മുകളിലുള്ള സമയമാണ്. തന്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് നരേന്ദ്രമോദി സംസാരിക്കുന്നത്. എന്നിട്ട് ചോദിച്ചു, ഒറ്റ ചോദ്യമാണ്, നിങ്ങൾക്ക് വീണ്ടും ഈ സ്ഥാപനങ്ങളൊക്കെ നടത്താൻ താല്പര്യമുണ്ടോ എന്നൊരു ചോദ്യമാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചത്, എനിക്ക് അതിനുള്ള സംരക്ഷണവും സഹായവും എങ്ങനെ കിട്ടും, ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം അത് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എത്തുകയായിരുന്നു. എന്നിട്ട് നമ്പർ, പേഴ്സണൽ നമ്പർ, നരേന്ദ്രമോദിയുടെ പേഴ്സണൽ നമ്പർ, അദ്ദേഹത്തിന്റെ ഓഫീസിലെ പേഴ്സണൽ നമ്പർ ഇദ്ദേഹത്തിന് കൊടുത്തു പറഞ്ഞു, എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം പോയി. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ചിലപ്പം സുഖിപ്പിക്കാൻ വേണ്ടിട്ട് നമ്പർ തന്നിട്ട് പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പിന്നെ ഇദ്ദേഹത്തിന് ഒരു ധൈര്യമായി വീണ്ടും ഗുജറാത്തിലേക്ക് തിരിച്ചു വരാൻ. കാരണം നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നടത്താം, എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഇദ്ദേഹം വീണ്ടും നരേന്ദ്രമോദിയെ ഗുജറാത്തിൽ വെച്ച് ഒരു ചടങ്ങിനിടയിൽ കണ്ടുമുട്ടുകയാണ്. ചടങ്ങിനിടയിൽ കണ്ടുമുട്ടുമ്പോൾ നരേന്ദ്രമോദി ഇദ്ദേഹത്തെ അടുത്ത് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്കൊരു നമ്പർ തന്നു, സാധാരണ എന്റെ നമ്പർ കിട്ടിയാൽ അടുത്ത നിമിഷം തന്നെ വിളിക്കുന്നവരാണ് കൂടുതലും പേര്, നിങ്ങൾ എന്താണ് ഇതുവരെ എന്നെ വിളിക്കാഞ്ഞത്? ഇദ്ദേഹം പറഞ്ഞു, ഞാൻ വിളിച്ചാൽ ഇതൊക്കെ നടക്കുമോ, എന്നെ ഓർക്കുമോ എന്നൊക്കെ ഉള്ള ഒരു വലിയ ഭയമുണ്ട്. ഞാൻ പരിചയപ്പെടുന്ന ഓരോ ആളുകളും എന്റെ മനസ്സിലുണ്ടാകും, മറക്കില്ല. എന്താ നിങ്ങളുടെ പരിപാടി? ഇന്ന് അദ്ദേഹം ഗുജറാത്തിലെ ഒരു ലീഡിങ് മുതലാളിയാണ്, ഇല്ലെങ്കിൽ അനവധി കമ്പനികളുടെ ഓണറാണ്. അദ്ദേഹത്തിന്റെ കമ്പനികളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, വലിയ രീതിയിലായി. അപ്പോ അവർ ചോദിക്കുന്നുണ്ട്, മോദി ഇപ്പോൾ പ്രധാനമന്ത്രിയാണല്ലോ, ഇപ്പൊ മുഖ്യമന്ത്രി അല്ലല്ലോ, പ്രധാനമന്ത്രിയാണല്ലോ, നിങ്ങളിപ്പോ വിളിക്കുന്നുണ്ടോ കാണാം പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലെ ഗുജറാത്തികളുടെ മനസ്സിൽ വിശ്വാസമുണ്ട്, ഞങ്ങളൊന്ന് വിളിച്ചാൽ ആ നിമിഷം മോദി ഫോൺ എടുക്കുമെന്ന്, ഞങ്ങളുടെ വിഷയങ്ങൾ അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ചെയ്തു തരുമെന്നും വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഞങ്ങൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് വിളിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന്. അതാണ് നരേന്ദ്രമോദി മുഖ്യമന്ത്രി. ഞാൻ പറഞ്ഞില്ല, ഇതുപോലുള്ള കുറെ സത്യങ്ങളുണ്ട്, ഇതിനെയൊക്കെ മൂടി വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ നടത്തുന്ന കള്ളക്കഥ. ഇവിടെ സുനിത വില്യംസ് വരുമ്പോൾ പൊളിഞ്ഞെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ ഗണപതിയുമായി വന്നിറങ്ങുമ്പോൾ തന്നെ മിത്തെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കൊട്ടിഘോഷിച്ചവരും ഇത് കണ്ട് ഞെട്ടിത്തെറിച്ച് ഇപ്പൊ എല്ലാവരും ഇനിയിപ്പോ കണ്ടോണം 2 ദിവസമായി സുനിത വില്യംസിനെതിരാകും കാര്യങ്ങൾ. കാരണം അവര് കൃത്യമായി തന്നെ ഹിന്ദുത്വത്തെ വിശ്വസിക്കുന്നവരാണ്, ഇല്ലെങ്കിൽ അത്തരം വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ് എന്ന് അവരുടെ ചെയ്തികളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഈ രാമസേതു വന്നപ്പോൾ തന്നെ അവർക്കെതിരെ വലിയ ക്യാമ്പയിൻ ഇവിടെ നടന്നതാണ്. രണ്ടാമത്തെ ഈ ഒരു കാര്യം, കുംഭമേളയെ കുറിച്ചുള്ള ചിത്രങ്ങൾ അവർ പകർത്തി. പിന്നെ ഈ ഒരു കാര്യം, പിന്നിപ്പോ ഈ നരേന്ദ്രമോദി ആയിട്ട് ഇവരെ ട്വിസ്റ്റ് ചെയ്യിക്കാനായിട്ട് എടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹരൺ പാണ്ഡെയുടെ വധം വീണ്ടും ചർച്ചയാക്കുക, ഗോദ്ര കലാപം വീണ്ടും ചർച്ചയാക്കുക, സുനിത വില്യംസിനെ അതുകൊണ്ടാണ് ഇവര് അകറ്റി നിർത്തിയതെന്ന് പറയുക. പക്ഷെ അതെല്ലാം പൊളിഞ്ഞടുങ്ങി നിമിഷ നേരം കൊണ്ടാണ്. പക്ഷെ മാർച്ച് 1 തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുനിത വില്യംസിന് കത്തയച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 140 കോടി ജനവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, സുഖകരമായിട്ട് ലാൻഡ് ചെയ്യാനായിട്ടെന്നൊക്കെ ഉള്ളത്. ഏതായാലും അവർ വന്ന് ഇറങ്ങുമ്പോൾ അവരുടെ കുടുംബക്കാർ പറയുന്നത്, ആദ്യമായി ഞങ്ങൾ പോകുന്നത് ഗുജറാത്തിലേക്കാണ് നരേന്ദ്രമോദിയെ കാണാനാണ്. അതായത് കള്ളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് ആയുസില്ല. ഒരു കാലത്ത് ഭയങ്കരമായി പെരുപ്പിച്ച് കാട്ടിയ കള്ളങ്ങൾ വീണ്ടും തേച്ച് മിനുക്കി എടുത്തിട്ട് വീണ്ടും വീണ്ടും പ്രചരിപ്പിക്കുകയാണ്. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ ഈ സുനിത വില്യംസിലൂടെ തെളിഞ്ഞിരിക്കുന്നു. ഒന്ന്, ശാസ്ത്രം എന്ന് പറയുന്നത് പെർഫെക്റ്റ് അല്ല, പരാജയങ്ങൾ പറ്റും, ശാസ്ത്രം തോറ്റു എന്ന് വേണമെങ്കിൽ പറയാം. ഗണപതി ഒരു മിത്താണോ അല്ലയോ എന്നറിയില്ല, പക്ഷെ ശൂന്യാകാശത്ത് ഇല്ലെങ്കിൽ സ്പേസിലേക്ക് പോയ സുനിത വില്യംസും
വിശ്വാസത്തിൽ മുറുകെ പിടിച്ചിരുന്നത് ശാസ്ത്രത്തിനപ്പുറമുള്ള ഒരു മിത്തിനെ തന്നെയായിരുന്നു, അത് ഗണപതിയാണ്. ഒപ്പം തന്നെ നരേന്ദ്രമോദിയുമായിട്ട് യാതൊരുവിധ ഈർഷ്യയുമില്ല. ഈർഷ്യത്തിനായി നിങ്ങൾ പറയുന്ന കഥ ഇങ്ങനെയാണ്. ആ കഥയുടെ യാഥാർത്ഥ്യം സുപ്രീം കോടതി 2007 തന്നെ കൃത്യമായി തന്നെ അതിന് അവരുടെ വിധിയിലൂടെ പറഞ്ഞിരുന്ന കാര്യവുമാണ്. ഇത് അറിയാത്തവർ ആണ് ഒരുപക്ഷെ ഇത്തരം വാർത്തകൾ കണ്ട് ഇടതുപക്ഷ മാധ്യമങ്ങളിലൂടെയോ ഇല്ലെങ്കിൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ആ തെറ്റിദ്ധാരണ മാറ്റാൻ നമുക്ക് ഈ ഒരു ഇതിൽ കൂടെ കഴിഞ്ഞെങ്കിൽ വളരെ നല്ല കാര്യവുമാണ്. താങ്ക് യു ബിജു ചേട്ടാ, താങ്ക് യു സോ മച്ച്.